പഠിക്കുവാനായിട്ട് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ വചനം നമ്മൾ ഇന്ന് പോൽക്കാലം ഇതിനൊരു ഹെഡിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് വലിയ ജയത്തിൻ്റെ രഹസ്യങ്ങൾ എന്നാണ് ഈ വചനത്തിൻ്റെ ഒരു ഹെഡിങ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിച്ചപ്പോൾ ഞാൻ നേരത്തെ ഈ വചനത്തിന് സംസാരിച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു രീതിയിലായിരുന്നു സംസാരിച്ചത് ചില നാളുകൾക്ക് മുമ്പേ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ പ്രത്യേക ചില ആശയങ്ങൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളൊരു ഒരു 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 പാക്കറ്റ്, ഒരു നല്ല ഗിഫ്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1, 2, 3 ഐറ്റംസ് ചിലപ്പം കാണും, ചിലപ്പോൾ ഒരു ഐറ്റം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ഇന്ന് പോലെ കാലം നമ്മൾ ഈ 20-ാം അധ്യായം ഒന്ന് തുറക്കുമ്പോൾ, ഒന്ന് അൺപാക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് പോലെ കാലം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുവാനായിട്ട് പോകുകയാണ്. ഓരോന്നായിട്ട് നമ്മൾ എടുക്കുവാനായിട്ട് പോവുകയാണ്. ഇത് നമുക്ക് വളരെ അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വലിയ ജയത്തിന്റെ രഹസ്യം, വിജയത്തിന് ചില ആത്മീയ തത്വങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തില് ജയം കൈവരിച്ചതായ, വിജയം കൈവരിച്ചതായ ദൈവമക്കളെല്ലാം എന്താണ് ചില ആത്മീക തത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന് അത് അവർ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ എന്തുവാണ് അവരുടെ ജീവിതത്തിലെ ജയം കൈവരിച്ചു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലെ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ യഹോശാഫാത്ത് രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം നല്ല ഒരു രാജാവായിരുന്നു. ദാവീദിനെ പോലെ തന്നെ യഹൂദ ഭരിച്ചതായ 4ാമത്തെ രാജാവായിരുന്നു യഹോശാഫാത്ത്. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല പ്രൊഫൈൽ ഉള്ളതായ ഒരു രാജാവായിരുന്നു. ഇതിന്റെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 17-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവ്, ഇത് ആശയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 16-ാം അധ്യായം കൊണ്ട് ആസ എന്ന് പറയുന്ന അതിന്റെ പിതാവിന്റെ ഭരണം തീരുകയാണ്. അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം യഹോശാഫാത്ത് രാജാവാകുന്നു. നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കുറെ നാള് ദാവീദ് രാജാവായിരുന്നു. അതിനുശേഷം സോളമൻ വന്നു. ദാവീദിന് മുമ്പ് ശൗല് രാജാവായിരുന്നു. എന്നാൽ വീണ്ടും രാജ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സദേൺ കിങ്ഡം അല്ലെങ്കിൽ നോർത്തേൺ കിങ്ഡം. അങ്ങനെ സദേൺ കിങ്ഡം എന്ന് പറയുമ്പോൾ ജൂദ, യഹൂദ അല്ലെങ്കിൽ അതിലെ രാജാവായിരുന്ന ഒത്തിരി രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ അങ്ങനെ 2 ഭാഗമായിട്ട് അറിയപ്പെട്ടിരുന്നു. അതിലെ യഹൂദയുടെ 4ാമത്തെ രാജാവായിരുന്നു യഹോശാഫാത്ത് പറയുന്ന രാജാവ്. ഏതാണ്ട് 35-ാമത്തെ വയസ്സിലെ അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. ഏതാണ്ട് 25 ദീർഘവർഷങ്ങള് രാജ്യം ഭരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സമാധാനമായിരുന്ന ഒരു സമയമായിരുന്നു യഹൂദ എന്ന് പറയുന്ന ആ രാജ്യത്തിന്. താന് കാർഷിക മേഖലകളിലെ അതുപോലെ ആത്മീയ മേഖലകളിലെ സൈന്യത്തെ താന് കെട്ടി ഹല്ലേലൂയ ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീർന്ന എല്ലാ രീതിയിലും എന്താണ് കെട്ടുറപ്പുണ്ടാക്കി രാജ്യത്തെ സമാധാനമായിട്ട് വാണുകൊണ്ട് ഇരിക്കുന്നതായ സമയത്താണ് ഒരു പ്രത്യേകമായ ന്യൂസ് കേൾക്കുകയാണ്. ഇവിടെ അതിന്റെ 20-ന്റെ 1, 2 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് വായിച്ചാട്ടാരെങ്കിലും. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന ഹസസോൻ താമരയിൽ ഉണ്ട് എന്ന് അറിയിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കൂട്ടരല്ല, 2 കൂട്ടരല്ല, 3 കൂട്ടര്, മോവാബ്യര് അതുപോലെ അമ്മോന്യര് അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും എന്തുവാണ് യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്നെ ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. അപ്പോഴേ എവരെ യുദ്ധം ചെയ്തായിട്ട് കടന്നു വരുന്നതായ ഒരു വലിയ വാർത്ത യഹോശാഫാത്തിന്റെ ചെവിയിൽ കേൾക്കുകയാണ്. ഇദ്ദേഹം ഭയന്ന് കാണും. കാര്യം പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് തനിക്ക് ലഭിക്കുന്നത്. ഒരു വലിയ കൂട്ടം ജനസമൂഹം എന്തുവാണ് തന്നെ നേരിടുവാന്, യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരികയാണ്. ഇത് തന്നെ തളർത്തിക്കാണ്. നമുക്കറിയാം, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാനും നീയോ എന്തെങ്കിലും എന്തുവാണ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന
ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നമ്മളെ തളർത്തും, അത് നമ്മളെ ചിന്തിപ്പിക്കും. ഇത് തന്നെയാണ് ഈ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്നതായ ഒരു മാറ്റം. ഒരു ന്യൂസ് കേൾക്കുകയാണ്, അവർ കടന്നു വരുന്നു ആക്രമിക്കുവാനായിട്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 20-ന്റെ 3-ാം വാക്യം വായിക്കാം. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഇവിടെ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, വലിയ വിജയത്തിന്റെ രഹസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആത്മീക തത്വങ്ങളുണ്ട്. ഒന്നാമത്തെ തത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യഹോശാഫാത്ത് നല്ല ഒരു രാജാവ്, 25 വർഷം ദീർഘവർഷം ഭരിച്ചു. അതുപോലെ തനിക്ക് നല്ല ഒരു സൈന്യമുണ്ട്. സാമ്പത്തികമായിട്ട് അന്ന് യഹൂദ വളരെ മുൻപന്തിയിലാണ്. അതുപോലെ തനിക്ക് ഒത്തിരി കാര്യങ്ങൾ പുകഴുവാനുണ്ട്, കഴിവുള്ളതായ ഒരു രാജ്യമാണ്. എന്നാൽ അദ്ദേഹം എന്തുവാണ്, തൻ്റെ കഴിവിലോ ഹല്ലേലൂയ തൻ്റെ സൈന്യത്തിലോ ഒന്നും ആശ്രയിക്കാതെ യഹോവയെ ആശ്രയിക്കുവാനായിട്ട് മനസ്സ് വെക്കുന്നതായ യഹോശാഫാത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ജയം കൈവരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവശക്തനായ യഹോവയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ഈ ആത്മീയ തത്വം നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എല്ലാം ചെയ്ത് അവസാനിച്ചു, ഇനിയും വഴിയില്ല, വഴി മുട്ടി, എല്ലാം ചെയ്തു നോക്കി. അത് അവസാനിച്ച് കഴിയുമ്പോഴല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നത്, എന്നാൽ എല്ലാറ്റിനേക്കാൾ മുന്നേ ഹല്ലേലൂയ എല്ലാറ്റിനേക്കാൾ മുന്നമേ എന്തുവാണ്, നമ്മുടെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട്, അവനെ ആശ്രയിക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. അപ്പോൾ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുവാണ്, താൻ പണ്ട സൈന്യത്തെ ഒന്നും ഒരുക്കിയില്ല. ഓക്കെ, അവർ കടന്നു വരുന്നുണ്ട്, എന്നാൽ റെഡി ആയിക്കോ, നമുക്ക് അവരെ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സൈന്യത്തെ ഒന്നും വിളിച്ച് മീറ്റിംഗ് ഒന്നും കൂടി എന്തുവാണ് അവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് താൻ തയ്യാറായില്ല. എന്നാൽ അതിന് പകരം താൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായം ചോദിപ്പാന് യഹൂദ്യർ ഒന്നിച്ചുകൂടി. അപ്പോൾ തൻ്റെ രാജ്യത്തുള്ളതായ രാജ്യത്തിലെ പ്രജകളെ എല്ലാം എന്തുവാണ് ഒന്നിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ യഹോവയോടെ സഹായം ചോദിപ്പാനായിട്ട് ഒന്നിച്ച് കൂട്ടി. അതിനുശേഷം എന്തുവാണ് നമ്മൾ വായിക്കുന്നത്, യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. അപ്പോൾ രാജാവ് മാത്രമല്ല, പ്രജകളും എല്ലാവരും ഒന്നിച്ചുകൂടി എന്തുവാണ് ഒന്നിച്ച് യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു രാജ്യത്തുള്ള പ്രജകളും രാജാവ് ഒന്നിച്ച് എന്തുവാണ് യഹോവയിലെ ആശ്രയിക്കുന്നു, അവന്റെ മുഖം അന്വേഷിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സങ്കീർത്തന പുസ്തകം 71-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാണ്, നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയം ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ലോട്ടറി അടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുന്നവർ മാത്രമല്ല ഭാഗ്യവാന്മാര്. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന എന്തുവാണ്, യഹോവയിലെ ആശ്രയിക്കുന്ന ഞാനും നീയും ഭാഗ്യവാന്മാരാണ്. കരങ്ങളെത്തുന്ന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തുവാണ്, ഈ കർത്താവിനെ ആശ്രയിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചത് എന്തുവാണ്, ഹല്ലേലൂയ വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ എന്തുവാണ് നമ്മൾ സ്തുതിക്കണം, ആ കർത്താവിനെ നമ്മൾ ആരാധിക്കണം, ആ കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കണം. സദൃശവാക്യം 16-ാം അധ്യായം അതിന് 20 നമ്മൾ വായിക്കുന്നു. എങ്ങനെയാണ് ഹല്ലേലൂയ, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. അതിനുശേഷം പറയാണ് അതിൻ്റെ ഒടുവിലെ യഹോവയിലെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ എന്തുവാണ്, ഹല്ലേലൂയ സോളമൻ ഒത്തിരി കഴിവുള്ള മനുഷ്യനായിരുന്നു, ജ്ഞാനവും അതുപോലെ ധനവും ഹല്ലേലൂയ ഒക്കെ ഉണ്ടായിരുന്നതായ മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം എന്തുവാണ് പറയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവനെ ഭാഗ്യവാൻ. ഹല്ലേലൂയ. 125-ാം സങ്കീർത്തനം അതിൻ്റെ 1-ലെ എല്ലാവർക്കും അറിയാവുന്നതായ വാക്യമാണ്, ദൈവാശ്രയം ഉള്ളവരെ ഉറച്ചു നിൽക്കുമെന്നാണ് അവിടെ പറയുന്നത്. അവർ സുസ്ഥിരാണെന്നാണ് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന
സിയോൻ പർവ്വതം പോലെയാകുന്നു. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിലെ എന്നെ സന്തോഷിപ്പിച്ചതായ ഒരു പാട്ടാണ് ആശ്രയം യേശുവിലെ എന്നതിനാൽ ഭാഗ്യവാൻ എന്നുള്ളതായ പാട്ട്. പലപ്പോഴും എന്തുകൊണ്ട് പാടി എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച കാര്യമേ എല്ലാ വഴികളും അടയുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല എന്ന് ചിന്തിച്ചതായ അവസരങ്ങൾക്ക് തന്നെ ഇരുന്നാണെങ്കിലും ഹല്ലേലൂയ പാടി കരഞ്ഞ് പാടിയിട്ടുള്ളതായ ഒരു പാട്ടാണ് ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പാടി എൻ്റെ കണ്ണുനീര് വന്നിട്ടുണ്ട്. കർത്താവ് നിന്നിൽ ആശ്രയിക്കുന്നു പറഞ്ഞ് ഹല്ലേലൂയ പാടി കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ പലപ്പോഴും എന്തുവാണ് വിടുതൽ നടക്കുകയില്ല, ലഭിക്കയില്ല, ഇത് നടക്കയില്ല എന്ന് പറഞ്ഞതായ കാര്യങ്ങളിൽ നീക്കുപോക്ക് കാണുവാൻ എൻ്റെ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ആ കർത്താവ് നമ്മുടെ മധ്യത്തുള്ളതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആവേശം നല്ലതാണ്, എന്നാൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 32 നമ്മൾ വായിക്കുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോഴേ അറിയണം കർത്താവിനെ. നമ്മൾ അറിഞ്ഞവരാണ്, എന്നാൽ അറിഞ്ഞവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ വീര്യം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഹല്ലേലൂയ ഈ വാക്യങ്ങളൊക്കെ തന്ന് നമ്മളെ ബലപ്പെടുത്തുകയാണ്. 20-ാം സങ്കീർത്തനം അതിന്റെ 7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 20-ന്റെ 7-ാം വാക്യം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇവിടെ 3 ആശ്രയങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ചിലരെന്തുമാണ് രഥങ്ങളിൽ ആശ്രയിക്കുന്ന ചിലരെ കാണാം, ചിലര് കുതിരകളില് ആശ്രയിക്കുന്നു. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കപ്പോടെ ദൈവത്തിന്റെ നാമത്തെ ആശ്രയിക്കുന്ന ഒരു കൂട്ടര്. ഹല്ലേലൂയ ചിലർ രഥങ്ങളിലെ ചിലർ കുതിരകളിലെ. എന്നാൽ ദൈവത്തിന് വൻ പറയുന്നുണ്ട് ഹല്ലേലൂയ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ചിലര് യഹോവയിൽ ആശ്രയിക്കുന്നവര് ഉണ്ട്, അന്യ ദൈവങ്ങളിലെ ആശ്രയിക്കുന്നവരുടെ. 115-ാം സങ്കീർത്തനം അതിന് 8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അന്യ ദൈവങ്ങളിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിലെ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അപ്പോൾ അന്യ ദൈവങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലര് കുതിരകളിൽ ആശ്രയിക്കുന്നു, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനം അതിന്റെ 8-9 പറയുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ മനുഷ്യനിലെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ പലരും എന്തുവാണ് പലതിലും ആശ്രയിച്ച് പരാജയപ്പെട്ട് കഴിയുമ്പോൾ എന്തുവാണ് ദൈവത്തിലെ ആശ്രയിക്കുന്നത്. എല്ലാ വഴികളും അടഞ്ഞു വന്നു. എന്നാൽ ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. ഇവിടെ യഹോശാഫാത്ത് പറയുന്നതായ രാജാവ് തൻ്റെ സൈന്യത്തിലും തൻ്റെ പട്ടാളത്തിലും തൻ്റെ കഴിവിലും ഒന്നുമല്ല ആശ്രയിച്ചത്. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച യഹോശാഫാത്തിനെ നമുക്കിവിടെ കാണുവാൻ. ഒന്നാമത്തെ തത്വം നമുക്കൊരു ജയം വേണമെങ്കിൽ ഒന്നാമത്തെ തത്വം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ഈ ദൈവത്തിലെ ആശ്രയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിജയത്തിന്റെ 2-ാമത്തെ തത്വം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ 20-ാം അധ്യായം 2 തിരുവെഴുത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൽ 6-ഉം 8-ഉം വാക്യം വായിക്കുമ്പോൾ 2-ാമത്തെ തത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ കൺഫെഷൻ. ഒന്ന് വായിക്കാം, അതിന്റെ വായിച്ചാൽ അത് മനസ്സിലാകുള്ളൂ. അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെ ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്ത് ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. മതി. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏറ്റു പറയുന്നതായ അല്ലെങ്കിൽ യഹോശാഫാത്തിന് അവിടെ അപ്പോൾ വിജയത്തിനുള്ളതായ 2-ാമത്തെ തത്വം എന്തുവാണ്? ഏറ്റുപറച്ചിലൂടെ പറയാണ്, നീ സ്വർഗസ്ഥനായ ദൈവം അല്ലയോ. അതിനുശേഷം പറയാണ്, ആർക്കും എതിർപ്പാൻ കഴിയാത്ത
ശക്തിയും പരാക്രമവും നിനക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തെ പുകഴ്ത്തുന്നതായ, അവന് ചെയ്തതായ, അവന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതായ, അബ്രഹാമിന് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെല്ലാം ഓർത്തെന്തുവാണ്, അയവിറക്കി എന്തുവാണ്, ആ വാഗ്ദത്തങ്ങളെ അവരുടെ ജീവിതത്തിൽ നിറവേറ്റിയതായ കർത്താവിന്റെ ആ പ്രവൃത്തികളെ എന്തുവാണ് കൺഫസ് ചെയ്യുന്നതായ, അത് ഏറ്റു പറയുന്നതായ ഹല്ലേലൂയ യെഹോശാഫാത്തിനെ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മൾ ഏറ്റു പറയുന്നതിനകത്ത് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു വാക്കുകൾക്ക് ശക്തി ഉള്ളത് കൊണ്ട് വചനം ഏറ്റു പറയുമ്പോഴേ അതിൽ കൂടെ ശക്തി വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളതുകൊണ്ടാണ് സദൃശ്യം 12:14 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ വാക്കുകളുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, അനുഭവിച്ച് തൃപ്തനാകും. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നാം രക്ഷിക്കപ്പെട്ടതുപോലും വാക്കുകളുടെ ശക്തിയാണ്. എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? റോമാലേഖനം 10:9 വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ കൺഫസ് ചെയ്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റു പറഞ്ഞാണ്, നമ്മുടെ പാപത്തെ ഏറ്റു പറഞ്ഞാണ് നമ്മൾ കർത്താവിനെ പോലും അറിയുവാൻ എനിക്ക് നിനക്കും ഇടയായിത്തീർന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് എഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീയെ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു ഏറ്റുപറച്ചിലൂടെയാണ് കർത്താവിനെ അറിയുവാൻ എനിക്ക് നിനക്കും ഇടയായിത്തീർന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അതിന്റെ 32-ാം വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10:32 വാക്യം. യെസ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇവിടെ പറയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെ. അപ്പോൾ നീ ഹല്ലേലൂയ ഒരു ഏറ്റുപറച്ചില് മറ്റുള്ളവരുടെ ഇടയില് നീ ചെയ്യുമ്പോൾ നിന്നെ കേൾക്കുന്നതായ കർത്താവ് ആരെന്നും കർത്താവിനെ കുറിച്ച് എന്തുവാണ് നീ ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ അത് കേൾക്കുന്നതായ ഒരു കർത്താവുണ്ട്. പറയാണ് ആളുകളെ കുറിച്ച്, അവരെ കുറിച്ച് എന്തുവാണ് പുത്രനായ ക്രിസ്തു പറയാണ് ഹല്ലേലൂയ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ ഹല്ലേലൂയ ഞാനും നീയും ഹല്ലേലൂയ ഏറ്റുപറയുമ്പോൾ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നീ എന്തുവാണ് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, ഏറ്റു ചൊല്ലുമ്പോൾ ഹല്ലേലൂയ നിന്നെ കേൾക്കുന്നതായ, നിന്നെ കാണുന്നതായ ഒരു കർത്താവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ കെനത്ത് കോപ്പൽ എന്ന് പറയുന്നതായ ഒരു ദൈവത്തിന്റെ ദാസന് ദീർഘവർഷങ്ങൾ അമേരിക്കയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ വളരെ പ്രായമുള്ളതായ ഒരു കർത്താവിന്റെ ദാസന് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് തനിക്ക് സംശയവും അതുപോലെ തന്നെ ഭയവും അവിശ്വാസവും ഒക്കെ കയറി വരുമ്പോൾ താൻ ഇങ്ങനെ പറയുമെന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്, എന്നിലുള്ള ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവത്രേ എന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് താൻ ഏറ്റു പറയുമായിരുന്നു പറഞ്ഞു. ഹല്ലേലൂയ. എത്ര ശക്തി! അത് തീമോഥെയോസിന്റെ ലേഖനത്തില് ഉള്ളതായ ഒരു ഭാഗമാണ്. എന്നാല് അദ്ദേഹം അത് കീപ്പോൺ എന്തുവാണ് ഏറ്റു ചൊല്ലുമായിരുന്നു, ഏറ്റു പറയുമായിരുന്നു. കാര്യം എന്തുവാണ്? ഭയം കടന്നു വരുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ എനിക്ക് എന്നിലുള്ളത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ഒരു പോസിറ്റീവ് കൺഫെഷൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ താൻ വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ അത് ഉച്ചരിച്ച് വചനം ഉച്ചരിച്ച് വിളിച്ചു പറഞ്ഞ് ഏറ്റു പറഞ്ഞ എന്തുവാണ് അതിന്മേൽ താൻ ജയം കൈവരിക്കുവാണെന്ന് ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു. 1986 പാസ്റ്റർ ജോൺ ഓസ്റ്റിന്റെ ഭാര്യ ഡോഡി ഓസ്റ്റിന് ടെർമിനൽ ക്യാൻസർ ആയിട്ട് ഡോക്ടർ തന്നെ റൂമിൽ വിളിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ജോൺ ഓസ്റ്റിൻ പാസ്റ്റർ എനിക്ക് നല്ലോണം അറിയാം. നവാപൂർ കൺവെൻഷൻ അദ്ദേഹം കടന്നു വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ജോയൽ ഓസ്റ്റിനെ നമ്മൾ പലപ്പോഴും ടി വിയിലൂടെ ഒക്കെ കാണാറുണ്ട്. അദ്ദേഹം അന്ന് ക്യാമറാമാൻ ആയിരുന്നു നവാപൂരിലെ ജോൺ ഓസ്റ്റിൻ പ്രസംഗിക്കാൻ കടന്നു വന്നപ്പോൾ. അതുപോലെ തന്നെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് കാണും കുമ്പനാട്ട് ജോൺ ഓസ്റ്റിൻ കടന്നു വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയം ഞാനാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും കൊണ്ടുവന്നതും ഒക്കെ. അപ്പോൾ ഒരു വലിയ ക്ലോസ്നെസ് ഉണ്ടായിരുന്നായ ദൈവത്തിന്റെ ഭക്തനായിരുന്നു പാസ്റ്റർ ജോൺ ഓസ്റ്റിന്. ഞങ്ങളുടെ കുടുംബമായിട്ട് വലിയ ഒരു ദീർഘകാലത്ത് ബന്ധം തന്നെ തനിക്കുണ്ട്. ഫിലദൽഫിയ ബൈബിൾ കോളേജ് ഉദയ്പൂര് പണിയുവാനായിട്ട് കംപ്ലീറ്റ് സപ്പോർട്ട് തന്നെ അത് പണിയിപ്പിച്ചത് ആ കർത്താവിന്റെ ദാസനാണ്. അങ്ങനെ 1986 തൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് ഹല്ലേലൂയ ഉള്ള അനുഭവത്തിലേക്ക് ഡോക്ടർമാർ പറഞ്ഞു ഒരു 3rd സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് എന്ന് ജോണസിനെ വിളിച്ചു പറഞ്ഞ ഇടയായിത്തീർന്നു. എന്നാൽ അദ്ദേഹം ആ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് താൻ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരത്ഭുതം കൂടി കാണുവാൻ പോവുകയാണ്.
ഹല്ലേലൂയ. എന്നിട്ട് തന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ച് താനെ പ്രാർത്ഥിച്ചു പറഞ്ഞു, നീ മരിക്കയില്ല എടി എന്നും പറഞ്ഞ് എന്തുവാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ പ്രിയമുള്ളവർ, ജോണഷൻ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഹല്ലേലൂയ. തനിക്ക് രോഗം അല്ലെങ്കിൽ പ്രായമൊക്കെ ചെന്നാൽ ഇന്നും എന്താണ് കഴിഞ്ഞ ഇത് പറഞ്ഞിട്ടേണ്ട 40 വർഷത്തോളമായി ഡോഡിൻ ഓഗസ്റ്റിൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കൺഫസ് ചെയ്യാം, നെഗറ്റീവായിട്ട് നമുക്ക് കൺഫസ് ചെയ്യാം. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15, 16 വാക്യങ്ങൾ ഇങ്ങനെയാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, അപ്പോഴേ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞതിന് ശേഷം പറയാണ്, ഒരുവൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒത്തിരി ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രവാചകനും നമ്മുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല.